അയ്യോ, ഞാനിപ്പോഴും എൻ്റെ 20s നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. ഞാൻ എപ്പോഴും പറയും, ഞാൻ എപ്പോഴും അവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ബോഡി മാത്രമേ ഏജ് ആവുന്നുള്ളൂ. അതെനിക്കൊന്ന് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവും, മെൻ്റൽ ഏജ് കൂടുതലുള്ളവരും ഉണ്ടാവാം. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ ആ ഏർലി 20s തന്നെയാണ് ഞാൻ പല സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തന്നെ ഒരു ക്രിഞ്ച് അടിക്കും ചില സാധനങ്ങൾ, സ്വഭാവങ്ങൾ നമ്മുടെ തന്നെ കാണുമ്പോൾ. ബട്ട് സ്റ്റിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് ഇഷ്ടം. കാരണം എനിക്കതുകൊണ്ട് എൻ്റെ മോളുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. യാ, ഞാൻ എൻ്റെ ഏർലി 20s തന്നെ ആയിരിക്കും. പക്ഷേ അതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ലൈഫ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. പക്ഷേ എപ്പോഴും നമ്മുടെ ആ ഒരു ഇന്നസെൻസ് ഉണ്ടല്ലോ, 20s മെച്യൂരിറ്റി അല്ലെങ്കിൽ ലെവൽ, അല്ലെങ്കിൽ ഒരു ഇന്നസെൻസ്, അതിനോട് ലൈഫിനോടുള്ളൊരു എന്താ പറയുക, ഒരു ക്രേവിങ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച്, അതൊക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ ആദ്യമായിട്ട് ഇപ്പം എന്നോട് എനിക്ക് മെൻ്റലി എനിക്കൊരു 100 വയസ്സായടാ. ഞാൻ പറയാം എനിക്ക് മടുത്ത. ഫിസിക്കലി 26, പക്ഷെ മെന്റലി പിന്നെ അപ്പം ഞാൻ മെന്റൽ ഏജ് കൂടി ഒരാളെയൊക്കെ പരിചയപ്പെട്ടു. ഹായ് പൂജ. ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഫ്രണ്ട്സും ഭയങ്കര ഏജുള്ള ആൾക്കാരാണ്. സോ ഇറ്റ്സ് ലൈക്ക് 35. എൻ്റെ പാർട്ണർ ഇപ്പൊ 30 ഹലോ, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് ആരാന്ന് അറിയും? ഞാൻ യങ് ഏജ് മുതൽ എൻ്റെ വീട്ടിലുള്ള അമ്മൂമ്മമാരായിരുന്നു എൻ്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്സ്. ഓ വാവ്. പക്ഷെ അവരാണ് ഏറ്റവും കുട്ടികള്, ഏറ്റവും അതാണ് അങ്ങനെ. അതായത് എനിക്ക് എൻ്റെ അമ്മൂമ്മയുടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരു അമ്മൂമ്മയുടെ പേര് ഇയായി അമ്മൂമ്മ എന്നാണ്. ഞങ്ങൾ എൻ്റെ ഓൾമോസ്റ്റ് 100 അടുക്ക് 19 ആ ഏജിലാണ് പുള്ളിക്കാരി മരിക്കണേ. അപ്പം എനിക്ക് ഞാൻ എന്നും എന്ന് പറഞ്ഞ പോലെ വൈകിട്ട് അമ്മൂമ്മയുടെ അടുത്ത് പോകും. അമ്മൂമ്മയുടെ സംസാരം കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അവരുടെ ബേലൊക്കെ പിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ആ ചേച്ചി, പിന്നെ വേറെ 2-3 അമ്മൂമ്മമാരുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ കമ്പനി. എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഇവരോടൊക്കെ. പക്ഷെ അവരൊക്കെ ഈ പറയുന്ന പോലെ ഏജ് ആകുമ്പോൾ ഭയങ്കര കുട്ടികളാവും. അപ്പോൾ 35 വയസ്സുള്ള ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ 90 വയസ്സും 80 വയസ്സുള്ളവരായിരുന്നു. പക്ഷെ എന്താ പറയുക, ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് കമ്പനി കൂടാനേ പറ്റില്ല. ഭയങ്കര പിള്ളേരാണ് അങ്ങനെ ചിന്തിക്കുന്നു. ഇപ്പം ഗായത്രിക്ക് ഇപ്പം ഈ പറഞ്ഞ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നൊരു ടേം കേട്ട ഗായത്രി ഇപ്പം ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ പഴയ സീരിയല് ഒക്കെ ഇട്ടിട്ട് പരസ്യം. അയ്യോ, അതൊരു ഭയങ്കര എൻ്റെ പ്രായത്തിലൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള ഏജിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് ഇപ്പം നമുക്ക് ചിലവരെ കാണുമ്പോൾ നമുക്ക് ഒരു 30s തോന്നുന്നവരുണ്ടല്ലോ നമ്മുടെ അടുത്തുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ പരസ്പരം കണ്ടിട്ടുണ്ട്. കാരണം ഞാനിപ്പോഴും ആ ഏജിൽ നിന്ന് വന്നിട്ടില്ലല്ലോ. അപ്പൊ എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര അയ്യോ. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര AI വെച്ചിട്ട് ഇതേപോലെ കുട്ടികൾ ഇരിക്കുന്നു, പഴയ സീരിയൽ കാണുന്നു, അച്ഛൻ മറ്റേ പച്ചക്കറി കടയിൽ നിന്ന് വരുന്നു, ഇങ്ങനെ നൊസ്റ്റാൾജിയ ഉണർത്തുന്ന കുറേ റീൽസ് ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും.